കാട്ടാന ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. പ്രതിഷേധക്കാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ കോടശ്ശേരി പഞ്ചായത്തിലെ ചായപ്പൻകുഴിയിൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാട്ടാന ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. പീലാർമിൾ സ്വദേശി 77 വയസ്സുള്ള തെക്കൂടൻ സുബ്രനാണ് മരിച്ചത്. ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 50 മീറ്റർ അകലെ തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. വീട്ടിൽ നിന്നും രാവിലെ ജംഗ്ഷനിലേക്ക് ചായ കുടിക്കാൻ പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ് വഴിയേരിയിൽ കിടന്ന സുബ്രനെ വനംവകുപ്പിന്റെ വാഹനത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഞാൻ രാവിലെ 5:30 ടൈമില് എന്റെ വലത്ത് സൈഡിൽ ഒരു റബ്ബർ അവിടെ വെട്ടാവുന്ന സമയത്ത് ആന ചിഹ്നമ്മളിട്ട് എന്നെ ആന ഓടിച്ച് വീട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് വേറൊരാള് ബസ്സിന് പോകാൻ വന്നപ്പോഴാണ് ഒരാള് സുബ്രേട്ടൻ അങ്ങനെ മർദ്ദിച്ച് ആവശ്യം നിലനിൽക്കണം. ഞങ്ങൾ ഫോറസ്റ്റ് ജീപ്പിൽ ഞങ്ങൾ ഏറ്റുവിട്ടെ. അത് കഴിഞ്ഞാൽ അവിടെ മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ ഈ പൈനാപ്പിൾ തോട്ടത്തിന്റെ അതിലെ വരുന്ന ജ്വരം വെച്ചിട്ടാണ് അവർ ദിവസത്തിൽ എന്നും മിക്കവാറും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്ക് നമ്മളൊരു അത്യാവശ്യ സമയത്ത് പോയിട്ട് വരാനോ ഇവിടുന്ന് വെളുപ്പാങ്കാലത്ത് പോകാനോ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി. കാരണം ചുറ്റുപാട് ഈ കാട് പിടിച്ച കാരണമൊക്കെ കൃഷിഭൂമികളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽക്കൂടെയാണ് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഈ സംഭവം ഈ കാരണവര് ഇന്നലെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായി. എത്രയും പെട്ടെന്ന് അതിന് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടുകയും പ്രതിഷേധത്തിനിടെ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തു. ഏതാനും ജനലുകളുടെ ചില്ലുകൾ, ഓഫീസിലെ കസേരകൾ, ഫർണിച്ചറുകൾ, മറ്റുപകരണങ്ങളും നശിപ്പിച്ചു. സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർത്തു. രാഷ്ട്രീയ നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധം ശാന്തമാക്കി. തുടർന്ന് പ്രതിഷേധം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റി. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിലിനോട് ചേർന്ന് പ്രിയപ്പെട്ട ജോസേട്ടൻ അദ്ദേഹത്തിന്റെ വാഴകൃഷി നിരവധി തവണ നഷ്ടപ്പെട്ടു. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. റേഞ്ച് ഓഫീസിന് മുമ്പിൽ പോയി സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ആ ജനാധിപത്യപരമായ സമരങ്ങളിലൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും നൽകിയ ഉറപ്പ്, അവർ നൽകിയ വാഗ്ദാനം, അവർ അത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് സുബ്രേട്ടന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊരു ഫോറസ്റ്റ് മേഖലയല്ല, ഇതൊരു ജനവാസ മേഖലയാണ്. 3 തലമുറകളായി ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി നാടിന് ശാപമായി ഇവിടെ തുടരുമ്പോൾ ഇങ്ങനെ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ പേര് വെച്ച് നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ലാത്ത സുഖവാസ കേന്ദ്രത്തിൽ ഇവിടെ താമസിക്കുന്ന ഫോറസ്റ്റുകാർ അടിച്ചു പുറത്താക്കേണ്ട ഗതിയേട് നമുക്ക് എത്തിച്ചേർന്നിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ്? വന്യമൃഗങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ അവിടെ കാട്ടിൽ സ്ഥാപിച്ചാൽ മതി. ജനങ്ങളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണെങ്കിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട തയ്യാറാകണം. എന്തുറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല. ഇവിടെ നിർബാധം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു തരത്തിലുള്ള ശ്രദ്ധയും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. നൈറ്റ് പെട്രോളിംഗ് ഉണ്ടായിരുന്നില്ല. ഫെൻസിംഗ് ഉപയോഗിച്ച് അവർ ആക്റ്റീവാക്കിയിട്ടില്ല. ഒത്തിരി പൈസ ദൂർത്തടിച്ച് വിനിയോഗിക്കപ്പെടുന്നു. ഫ്രഞ്ച് സ്ഥാപിക്കപ്പെട്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ആവശ്യം. സ്ഥലത്തെത്തിയ RDO P ഷിബു ജില്ലാ കളക്ടറുമായി സംസാരിച്ച് പ്രതിഷേധക്കാരുമായി ഒത്തുതീർപ്പാക്കിയ ശേഷമാണ് 6 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. അപകടകാരിയായ ആനയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന് RDO P ഷിബു പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകി.
10 ലക്ഷം നഷ്ടപരിഹാരത്തിൽ 5 ലക്ഷത്തിന്റെ ചെക്ക് കുടുംബത്തിന് കൈമാറി. ബാക്കി 5 ലക്ഷം കൂടി പിന്നീട് നൽകും. സുബ്രന്റെ മകന് വനം വകുപ്പിൽ താൽക്കാലിക ജോലിയും നൽകും. രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കും. ചാലക്കുടി പുഴയോട് ചേർന്ന് നിർമ്മിക്കുന്ന തൂക്കുവേലി നിർമ്മാണം വേഗത്തിലാക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ വൈദ്യുത വേലികൾ സ്ഥാപിച്ച് കാട്ടാനകളെ തടയാൻ നടപടി സ്വീകരിക്കുമെന്നും RDO ഉറപ്പു നൽകി. ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചവർക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 25 പേർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും നമ്മൾ എപ്പോഴും നമ്മളുടെ മനുഷ്യജീവികളുടെ കൂടെ, അതായത് മനുഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. സ്ഥിരം നടക്കുന്ന ഇങ്ങനെ ഇൻസിഡന്റ് നടക്കുന്ന വന്യമൃഗങ്ങളെ തടയുക. നിങ്ങൾ പറഞ്ഞതുപോലെ കൊല്ലേണ്ടതാണെങ്കിൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന അങ്ങനെയാണ്. കൊല്ലേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും.